പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമാണല്ലോ. ശ്ലീഹന്മാരിൽ ഏറ്റവും പ്രധാന സ്ഥാനീയനായി ഗണിക്കപ്പെടുന്ന പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ. പത്രോസ് ശ്ലീഹയെക്കുറിച്ച് നമുക്കറിയാം. ശ്ലീഹന്മാരിൽ ഒന്നാമൻ പത്രോസാണെന്ന്. പൗലോസ് ശ്ലീഹ വളരെ വ്യത്യസ്തനായ അപ്പോസ്തലൻ, ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയും ഇസ്രായേൽ പട്ടണങ്ങളിൽ അല്ലാതെ ശമര്യരുടെയോ ജാതികളുടെ പട്ടണത്തിൽ നിങ്ങൾ പോകേണ്ട എന്ന് ശിഷ്യന്മാർക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. യേശു കർത്താവ് 2 തരത്തിലുള്ള സുവിശേഷമാണ് പറഞ്ഞത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ഈ വാക്യത്തിലെ പ്രയോഗം വളരെയധികം ചിന്തിക്കേണ്ടതാണ്. ഇവിടെ 2 തരത്തിലുള്ള ജനനം. ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചതിനാൽ ആണ് പറഞ്ഞത് ഇസ്രായേൽ ഗോത്രത്തിനു മാത്രം പോയാൽ മതി, ജാതികളുടെ അടുക്കിലേക്ക് പോകരുത് എന്ന് പറഞ്ഞത്. അതിനാണ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. പഴയ നിയമത്തിൽ അബ്രഹാമിനെ വിളിച്ചു പുറത്തേക്കിറക്കി കടൽക്കരയിലെ മണൽത്തരികൾ കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ സന്തതികൾ ഇതുപോലെ വർദ്ധിപ്പിക്കും. ഇത് ഫിസിക്കലായിട്ട് പറഞ്ഞതാണ്. എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞത് വിശ്വാസത്തിന്റെ കാര്യമാണ്. അപ്പോൾ വിജാതിയരുടെ ഇടയിൽ മനുഷ്യരെ അറിയിക്കാൻ ആകാശത്തിൽ ഇരുന്നു കൊണ്ട് പൗലോസ് ശ്ലീഹായെ തെരഞ്ഞെടുക്കുന്നു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ദൂരത്ത് ജാതികളുടെ ഇടയിൽ ഞാൻ അവനെ അയക്കും. അനന്യാസിനോട് കർത്താവ് പറയുകയാണ്. ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥന്മാർ തമ്മിൽ നിരക്കും സമയം താൻ. സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ പറയുന്നതാണ്, ദൂരസ്ഥന്മാർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ, ഇതു തന്നെ കരുണാസമയം. മരിച്ചുപോയവരോട് ജീവനുള്ളവരെ യോജിപ്പിക്കുന്നു. ദ ടൈം ഓഫ് ഗ്രേറ്റ് യൂണിയൻ. വിശുദ്ധ കുർബാന, ദ മൊമെന്റ് ഓഫ് മിറാക്കിൾ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ് വിജാതീയരെ കാണുന്നത്, കൂടുതൽ പ്രാധാന്യത്തോടെ. മണൽത്തരി പോലെയുള്ള അബ്രഹാമ്യരും നക്ഷത്രങ്ങൾ പോലെയുള്ള അബ്രഹാമ ഇതര സന്തതികൾക്ക് ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അബ്രഹാമീയ സന്തതികളുടെ പ്രധാന ചുമതലക്കാരൻ പത്രോസ് ശ്ലീഹായും, എന്നാൽ നക്ഷത്രങ്ങൾ ജ്യോതിസുകളാണ് പൗലോസ് ശ്ലീഹ. ഇവർ 2 പേരും കൂടി ചേരുമ്പോഴേ പൂർത്തീകരണമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് സഭ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ഒരുമിച്ച് കൊണ്ടാടുന്നത്. ഇവരെ തമ്മിൽ വേർപിരിക്കാൻ ഒക്കത്തില്ല. യഹൂദരെന്നോ ജാതികളെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ് റിസ്റ്റോറേഷൻ, പെർഫെക്റ്റ് റിസ്റ്റോറേഷൻ. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇതാണ് പൗലോസ് ശ്ലീഹന്മാരുടെ പ്രത്യേകത. അവർ ഒരുമിച്ച് നിൽക്കുന്നു, അവരുടെ ഓർമ്മ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ജ്ഞാനമുള്ള അടിസ്ഥാന ശില്പിയായി അടിസ്ഥാനമിടുന്നു. പൗലോസ് ശ്ലീഹ പറയുകയാണ്, സഭയുടെ അടിസ്ഥാന ശില്പി പത്രോസ് ശ്ലീഹയാണ്. കർത്താവ് പറഞ്ഞത് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ സഭയെ പണിഞ്ഞിരിക്കുന്നു. ഇവിടെ സഭ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ അവരുടെ പ്രതിഫലം അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. താങ്ക് യു.